ഹലോ കൂട്ടുകാരെ, അപ്പോ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് എടുക്ക്. ഹായ് പറ. ഹായ് പറ. ഹായ്. ഞങ്ങള് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഹായ് പറഞ്ഞു കേട്ടാ. കണ്ടാ? ഹായ്. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്ത് ഒരു പ്ലെയിൻ കിസ് കൊടുത്ത എല്ലാവർക്കും. ബാബാ ഇറങ്ങി പോവാ. ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുക്ക്. അപ്പോ നമ്മള് ഒരു ചെറിയ കാര്യം പറയാനായിട്ട് വന്നു കേട്ടോ. ചിലർക്കുള്ള സംശയമാണ്, നമ്മളോട് അത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ്. അപ്പോ നമ്മൾ സത്യത്തില് അതിനെ കുറിച്ചൊന്നും പറയാത്തതും, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടുകൊണ്ട് പോകുന്നതും എപ്പോഴും നമ്മളിങ്ങനെ ദുരിതം പറഞ്ഞ് നിന്നാൽ മതിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമുക്ക് പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പൊ ഇത് പറയാൻ സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. റീസൺ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ദാരിദ്ര്യം പറയാൻ വന്നു, പിന്നെന്താ പറയുന്നത് ഇരക്കാൻ വന്നു. അപ്പൊ അങ്ങനെയുള്ള കമന്റ്സും കാര്യങ്ങളും വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാതെ നമ്മുടെ സന്തോഷമായിട്ടുള്ള വീഡിയോസ് സന്തോഷമായിട്ടുള്ള വീഡിയോസ് ഇട്ട് നമ്മൾ പോകുന്നത്. അമ്മയുടെ കണ്ടല്ലോ ഞാന്, അമ്മയുടെ കണ്ടല്ലോ ഞാന്. വീഡിയോ എടുക്കാം. എന്തിനാന്നറിയോ? ഇനി സ്റ്റാൻഡ് പിടിക്കാനാട്ടോ. താഴെ പോയിട്ട് തിരിച്ചു കാണിക്കുക. ഇനി വാ, മടിയിലിരിക്കാം. അതെന്തെങ്കിലും എടുത്തു കൊടുക്കുക, കേൾക്കാൻ പറ്റിയ. അതെടുത്ത് എറിഞ്ഞു. ഇനി സ്റ്റാൻഡിലൊക്കെ ആയിരിക്കും മിക്കവാറും പിടിക്കും. കൊള്ളാം. അപ്പോ മടിക്കറ. അപ്പോ സംശയം എന്താണെന്ന് വെച്ചാല്, പലർക്കുള്ള സംശയം വെച്ചാല് മോന്റെ ഹോള് മാറിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഗബ്രുച്ചേ മോന്റെ ഹോള് മാറിയോ, ഇപ്പൊ എങ്ങനെയുണ്ട്, നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. കാരണം വെച്ചാല് വെറുതെ നമ്മളിപ്പോ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സ്റ്റാൻഡ് അമ്മ എടുക്കാം. അപ്പോ നമ്മളിപ്പം അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് നിങ്ങളൊക്കെ കാണുന്നുള്ള കമന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചൊന്നും അധികം പറയാതിരിക്കുന്നത്. അല്ലാതെ മോന്റെ ഹോളിന്റെ ഇതൊന്നും മാറിയിട്ടില്ല. സർജറി ഇപ്പോഴും വേണം തന്നെയാണ് പറഞ്ഞത്. നമ്മളിപ്പോ ലാസ്റ്റ് പോയി ചെക്ക് ചെയ്തപ്പോഴും കുഞ്ഞിന് ന്യൂമോണിയ വന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവന് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മുടെ ഗബ്രൂട്ടനെ ഒരു തരത്തിലും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി കുഴപ്പമില്ലല്ലോ, ഇനി നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. അവിടെ ഇരിക്കും. പറഞ്ഞു. നമ്മുടെ ഗബ്രൂട്ടൻ ന്യൂമോണിയ വന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കപ്പിന് കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എക്കോ എടുത്ത് നോക്കണം, കാരണം അവിടെ ഒരു കുറുറുപ്പല്ല എന്തോ ഒരു പോലെ ഒരു വ്യത്യാസം അവർക്ക് പരിശോധിച്ചപ്പോൾ തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ, ഇടയ്ക്ക് ഗബ്രൂട്ടിനെ കൊണ്ട് കാണിക്കാറുള്ള ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ട് എക്കോ എടുത്ത് നോക്കിയപ്പം സൈസ് വലുതായിട്ടുണ്ട്. സ്മോള് വരെ എത്തി. സർജറി വേണ്ടാന്ന് പറഞ്ഞിരുന്നേ. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് ഇപ്പത്തേനും പിന്നെയും 3 സംതിങ് ആയിട്ടുണ്ട്. അപ്പം സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. 3.6 ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ന്യൂമോണിയ വലുതായതുകൊണ്ടായിരിക്കാം ന്യൂമോണിയ പെട്ടെന്ന് വന്നത്. ന്യൂമോണിയ കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഇനിയും ന്യൂമോണിയ വരുവാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനി ന്യൂമോണിയ വരുവാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം മുൻപോട്ട് പോവുക ചെയ്യാൻ മതി. പക്ഷെ സർജറി എന്തായാലും ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. നമുക്ക് സർജറി വേണ്ടി ബ്രൂട്ടനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഉറങ്ങത്തില്ല. രാവിലത്തെ ഒരു ഉറക്കം കഴിഞ്ഞാണ്. ഇപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്കാ വീഡിയോ എടുക്കുന്നത്. പാചകമൊന്നും കഴിഞ്ഞിട്ടില്ല, പാചകം കിടപ്പുണ്ട്. ഞാനാണ് വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് പോയിട്ട് ചെയ്യണം. കാരണം നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ടല്ലോ, സത്യത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറെ ദിവസമായിട്ട് വീഡിയോസിന് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം തെറ്റാന്നറിയാവേ
അപ്പോൾ കുറെ ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തുണ്ട്. ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന നമുക്കാണെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഞാൻ പാചകത്തിന് കയറിക്കോളാം എന്ന് പറഞ്ഞു. സമയം ഇപ്പം 11:30 ആയിട്ടോ. ഇനി ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനെ പരിപാടി കുറേ കിടപ്പുണ്ട്. ഡോറയ്ക്ക് അപ്പുറത്തെ അടുക്കളയിലോട്ട് വരാൻ ഇത്തിരി പാടാണ്. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം മോനാണെങ്കിൽ ഇപ്പൊ തണുപ്പായതുകൊണ്ട് മോനെ അവിടെ കൊണ്ട് നിർത്താനും പറ്റത്തില്ലല്ലോ. നമുക്ക് ഇവിടെ അവിടെ തറയൊന്നും ഇട്ടിട്ടില്ല. അപ്പം മോനെ അവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ ആകുമ്പോഴത്തെ പിന്നെ അവന് കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇവിടെ നോക്കാൻ എളുപ്പമുണ്ട്, കാരണം ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കും എടുത്തോണ്ട് വരാനും തിരിച്ചുകൊണ്ട് വരാനും ഒക്കെ പാടാ. ഇവിടെ നടന്നോളൂ. ഇവിടെ അങ്ങ് കളിച്ച് ഇവിടെ വണ്ടികളും കളിപ്പാട്ടും എല്ലാം കിടപ്പുള്ളതുകൊണ്ട് ഇവിടെ കളിച്ചിരിക്കും. അതുകൊണ്ട് ഡോറേനെ അങ്ങനെ അടുക്കള കൊണ്ട് കയറ്റാറില്ല. അടുക്കള ഭരണം മൊത്തം ഇപ്പം ഞാനാണ്. അപ്പം നമ്മൾ പറഞ്ഞു തന്ന കാര്യം, മോൻ്റെ ഹോൾ ഇപ്പോഴും അങ്ങനെ തന്നെ സർജറി വേണമെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പൺ ഹാർട്ട് സർജറി ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ചെറിയ സർജറി ഒന്നുമല്ല കേട്ടോ, ഓപ്പൺ ഹാർട്ട് സർജറി തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പേടിയാണ്, ഉള്ളത് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും, ഇറക്കാൻ വന്നു. ഇനി അതിന് സഹായിക്കണം. ഇടയ്ക്ക് നമ്മളാണെങ്കിൽ വീട് പണിയുടെ പുരോഗമനം, നമ്മൾ വീട് പണിയുടെ ഹോം ടൂർ ചെയ്തില്ലേ, അപ്പൊ ഒരു ഷോർട്സ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫോൺ ഒന്ന് കാണിച്ചത്. അത് നമ്മള് ഷോർട്സ് എടുത്തപ്പോൾ ഫോൺ എപ്പോഴും നിങ്ങൾക്ക് കണ്ടറിയാം. കണ്ടില്ലേ, ഇതാണ് ഡോറയുടെ ഫോണിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളിത് ഈ ഒരു സ്റ്റേജിൽ നടക്കാൻ തുടങ്ങിയിട്ടത് 1.5 കൊല്ലത്തോളം ആയില്ലേ. പക്ഷെ എനിക്ക് വിളിക്കാനും കാണാനെല്ലാം പറ്റും. പിന്നെ വീഡിയോ എടുക്കുന്നത് ഇച്ചാന്റെ ഫോണിലാണ്. ഭയങ്കര എനിക്ക് ഫോൺ വേണം ഞാൻ അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് കാലത്തിന് ഇപ്പൊ വിളിക്കാനും വീഡിയോ കാണാനും ഒക്കെ പറ്റും. നമ്മള് ചുമ്മാ അത് ഷോർട്സ് എടുത്തോണ്ട് കൂടുതൽ വെറുതെ ഒന്ന് കാണിച്ചതാ ഡോറയുടെ ഫോൺ ഇതാണെന്ന് ചോദിച്ചാ. അത് അങ്ങനെ പറയണ്ടായിരുന്നു, അതിന് വന്നില്ല. പക്ഷെ ഒരിച്ചും എല്ലാരും പറയുന്നത് കമന്റ് റിയാക്ഷനോ നെഗറ്റീവ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫാമിലിയായിട്ട് സംസാരിക്കുന്നവർ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഹായ് മേലെ കാണിച്ചു, ഹായ് ഇവിടെ കാണിക്കുക, ഹായ് കാണിക്കുക, ഹായ് കാണിക്കുക, ഹായ്. എന്താ മുടി കയ്യില് മുടി വന്ന് ഈ തള്ളച്ചിയുടെ മുടി എവിടെ നോക്കിയാലും ഉണ്ട്. മലയാളം കടിക്കുന്നവന് നുള്ളിയില്ലേടി, വേദനിച്ചു. വേദനിക്കുന്ന രീതി നുള്ളിയില്ലയോ? അങ്കി നന്നായി പോയി. കണ്ട സത്യമായിട്ട് ഞാൻ കടിക്കും. ആദ്യം തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം തൊട്ടതേ ഉള്ളു. കടിക്കും ഞാന്. അപ്പോ ഞാൻ പറയില്ല, ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മളാണെങ്കിൽ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇടയ്ക്ക് പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാതെ കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു. വെയിറ്റ് കുറയാൻ പാടില്ലല്ലോ. മറ്റേ ഫിക്സ് വന്നതിന് ശേഷമൊക്കെ മോന് നല്ല, പിന്നെ സർജറി ഇത് പൊള്ളലൊക്കെ ആയിട്ടപ്പോ മോന് ഫുഡൊക്കെ കഴിക്കുന്ന കുറവായിരുന്നു. പിന്നെ അതുപോലെ ഡോക്ടർ പറഞ്ഞു പൊള്ളലൊക്കെ സമയത്ത് ഒരുപാട് കരഞ്ഞല്ലോ. എത്ര ദിവസം കുഞ്ഞ് 2-3 ദിവസം അടുപ്പിച്ച് കുഞ്ഞ് കരഞ്ഞ്. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാല് ഹോള് വലുതാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ബോട്ടിൽ എടുത്തുണ്ടോ, ആ ബോട്ടിൽ എടുത്തുണ്ടോ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഹോള് വലുതായത്. നമുക്കറിയില്ലല്ലോ എന്താണ് സംഗതി എന്നുള്ളതെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയും കൈയായിട്ട് ഇരിക്കുവാണ്. സർജറി ഇല്ലാതെ ഹോൾ അടഞ്ഞു പോട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഓട്ടം ഓടിച്ചെന്ന് കസേരയിൽ തട്ടിയിട്ട് നിലത്തിരുന്നു. ബാ അപ്പോ ഇതാണ് മോന്റെ അസുഖത്തിന്റെ ഇത്. പിന്നെ വെച്ചാല് ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഇട്ട സമയത്തും പറഞ്ഞ് കുഞ്ഞിനെ നമ്മളൊരു അസുഖക്കാരനാക്കി മാറ്റുകയാണ്, എപ്പോഴും കുഞ്ഞിന്റെ അസുഖം പറഞ്ഞ് നമ്മൾ മുതലെടുക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയും കുറെ കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ വിചാരിച്ചു ഇനി അങ്ങനെ മോന്റെ അസുഖത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മള് ദൈവത്തോർത്ത് വിചാരിക്കുന്നത് സർജറി വരരുത്, ഹോസ്പിറ്റൽ കേസ് വരരുത്, അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ ഇനി ഇടയുണ്ടാവരുത് എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ പിന്നെ ചെറുതായിട്ടൊരു ശ്വാസം ഇന്നലെ തന്നെ മോന് ചുമ്മാ ഇങ്ങനെ വാവുണ്ട്, കളിക്കുന്ന കൂട്ടത്തില് വാവുണ്ട് ഇങ്ങനെ ആക്കും കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ആക്കുമ്പോഴും നമുക്ക് ടെൻഷനും പേടിയുമാണ്. നമുക്ക് ഭയങ്കര പേടിയും ടെൻഷനാട്ടോ അങ്ങനെ ആക്കുമ്പോൾ പോലും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ നിമിഷവും കുഞ്ഞിന്റെ ഓരോ മൂവ്മെന്റും നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്നു. രാത്രി സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ സൗണ്ട് ഞാൻ നോക്കും, ഈ ചേർന്ന് നോക്കും, ഞാൻ എഴുന്നേറ്റ് നോക്കും, ചേർന്ന് നോക്കും. ഇവൻ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അബ്ബാടെ വെള്ളം ബോട്ടിൽ എന്തേ? അബ്ബാടെ വെള്ളം ബോട്ടിലിങ് എടുത്തുണ്ടോ? അതുകൊണ്ടായിരിക്കും അബ്ബാടെ വെള്ളം ബോട്ടിലിങ് എടുത്തുണ്ടോ?
ഇരിക്കുന്നത് ഇത് സൈഡിൽ ഇരിക്കുന്നത് ഇത് അങ്ങോട്ട് പോട്ടെ. ഇയാളല്ലാത്തപ്പോ അങ്ങോട്ട് ഓടുകയല്ലോടെ. പോയി എടുത്തോണ്ടോടാ, എടുത്തോണ്ടോടാ. എന്റെ അപ്പനാടാ പറയുന്നത്, പോയി എടുത്തോണ്ടാ, എടുത്തോണ്ടാ. അവനിപ്പൊ എങ്ങനെയെങ്കിലും ഈ സ്റ്റാൻഡ് പിടിക്കണം, ഈ ലൈറ്റ് പിടിക്കണം. ലൈറ്റ് തള്ളിയിട്ട് പൊട്ടിച്ചേട്ടോ, ലൈറ്റ് പൊട്ടിയിരിക്കുകയാണ്. വാങ്ങിച്ചിട്ട് എത്ര നാളായി? 1 കൊല്ലമായോ വാങ്ങിച്ചിട്ട്? 8 മാസമായില്ലേ? എന്താടാ ഞാൻ റൂമിൽ കൊണ്ടിട്ട് പൂട്ടും കേട്ടോ നിന്നെ. മൈക്ക് 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 അത് കൊടുക്കണം, മറ്റേ അത് എടുത്ത് കൊടുത്തേ, മൈക്ക് എടുത്ത് കൊടുത്തേ, മൈക്കിന്റെ ബോക്സ്. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പേടിച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇടാത്തത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ല സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഒരു പേടികളുണ്ടോ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എങ്കിലും ശരി തന്നെ ഈ കുഞ്ഞിനെയൊക്കെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഭിക്ഷക്കാരാക്കിയും. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ചിലപ്പം മോന് ദൈവം സഹായിച്ച് അങ്ങനെ വരാതിരിക്കട്ടെ, എങ്ങാനും സർജറി വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ വീണ്ടും സഹായം ചോദിച്ചു പോവും. കാരണം നമ്മുടെയൊക്കെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് കുറേയൊക്കെ നമുക്കാണെങ്കിൽ ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിലും ചില ഘട്ടങ്ങളൊക്കെ ചിലപ്പോൾ വരുമ്പോൾ അങ്ങനെ വന്നു പോകും. അത് നമ്മൾ വരുത്തുന്ന തെറ്റല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ മേ ബി നാളെ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് വരാതിരിക്കട്ടെ, വരുവാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഈ ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ഇറക്കാനും യാചിക്കാനും ഭിക്ഷ എടുക്കാനും ഒക്കെ ഇറങ്ങേണ്ടി വരും. ഇല്ലാന്നൊന്നും പറയുന്നില്ല. ആ സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തോട് ഓരോ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പേടിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ തമാശയും കാര്യങ്ങളും കുഞ്ഞിൻ്റെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചാണ്, കഴിഞ്ഞ ശനിയാഴ്ച പോകാൻ പറ്റില്ല. ഈ ശനിയാഴ്ച എങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണമെന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ ഡീറ്റെയിലും കൂടെ നമുക്കൊന്ന് അറിയണമെന്നുണ്ട്. അപ്പം പലരും പറയുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ട് എന്താ പറയുന്നത് അവിടെ തിരുവനന്തപുരത്ത് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും കുറച്ച് അവിടെ ഇപ്പം നമുക്ക് കുറച്ച് കംഫർട്ടായി. അവിടുത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി വന്ന് അവിടെയൊക്കെ ഇച്ചിരി പരിചയം ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ അവിടെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊരു ഡോക്ടർ നമ്മൾ അവിടെ നമ്മൾ എന്താ പറയുന്നത്, ആ ഹോസ്പിറ്റലിന്റെ പേര് മറന്നുപോയി, തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റൽ ശ്രീചിത്ര SIT. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് സർജറി വന്നു കഴിഞ്ഞാൽ ബെഡൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ കോട്ടയത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയെ നശിപ്പിക്കല് അതാ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും കോട്ടയത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ദൈവം സഹായിച്ച് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വരാതെ നേരത്തെ തുണക്ക് പൂർണ്ണമായിട്ട് അടഞ്ഞു മാറട്ടെ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ലേലിക്ക് ഈ ഫിറ്റ്സ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഹോള് കയറി വലുതായത്. നമുക്കത് അറിഞ്ഞാൽ ഭയങ്കര ടെൻഷനും വിഷമവും സങ്കടമൊക്കെയാണ് നമുക്കുണ്ട്. നമ്മുടെ ഗബ്രൂട്ടിന് മൈക്കിന്റെ ബോക്സ് ഉണ്ടല്ലോ, ആ ചാർജർ, അത് പുള്ളിക്കാരൻ എടുത്തിട്ട് ഇവിടെ നമ്മളിപ്പോൾ മൈക്ക് ഇവിടെ കിട്ടത്തില്ലേ, അതുപോലെ കുത്താൻ വേണ്ടി നോക്കുവാണ്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ. പിന്നെ പറഞ്ഞു ഡോക്ടർ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്റെ അടുത്ത് വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്ത് വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. 2 മാസമെങ്കിലും വന്ന് അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തില് പോയി അഡ്മിറ്റ് ആകാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഇവനെ ഇട്ടിട്ട് പോയി നിൽക്കാനും പറ്റത്തില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു മാക്സിമം 1-2 മാസത്തിനുള്ളിൽ വന്നൊന്ന് അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലത്. കാരണം ഇപ്പം പെയിനൊക്കെ നല്ല രീതിയിലുണ്ട്. ഡോക്ടർ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേനും മുട്ടിന് നല്ല നീരും നീർക്കെട്ടും ഭയങ്കര വെയിറ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇന്ന് രാവിലെയും കൂടെ ഡോക്ടർ വിളിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കും കേട്ടോ, എങ്ങനെയുണ്ട്, കുറവുണ്ടോ, മാറിയോ എന്നൊക്കെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക. സത്യം പറഞ്ഞാൽ അത് വിളിച്ചു ചോദിക്കാൻ നമുക്കൊരു സമാധാനമാണ്. അങ്ങനെയൊക്കെ നമ്മളെ കെയർ ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ. ഡോറയുടെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പോഴത്തെ സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പിന്നീട് പറയാം. ഇപ്പം ഗബ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് നമ്മൾ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് പറയണമെന്ന് വിചാരിച്ചില്ല. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരുന്ന കമൻറ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ വീണ്ടും ഇറക്കാൻ വേണ്ടിയല്ല സഹതാപം പറ്റാൻ വേണ്ടി അങ്ങനെയൊക്കെ വല്ലതും വേണമെങ്കിൽ പറയും, അറിയില്ല. എന്നാലും നമ്മൾ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.